അല്ല ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. രേണുസുതി പ്രതീക്ഷിൻ്റെ ഓളെ ചേർത്ത് പിടിക്കുന്ന ഒരു വീഡിയോ ആണ് ഗൈസ്. ഇതിൻ്റെ താഴെയുള്ള കമൻറ്റുകളും നോക്കട്ടെ നമുക്ക്. ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ചേച്ചിയുണ്ട്, 3 പെൺമക്കളാണ്. ആ ചേച്ചി 10 വീട് അടിച്ചും തുടച്ചുമാണ് മക്കളെ വളർത്തിയത്. ആ ചേച്ചി നിവർന്ന് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എന്ത്? ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലുമ്പോൾ ഭർത്താവ് കുടിച്ച് ലെവൽ പോയി വന്നിട്ടുണ്ടാകും. ഒരു ദിവസം അയാൾ ചേച്ചിക്ക് ഓരോ വീട്ടിൽ നിന്ന് കൊടുത്ത് 30 സാരി അലമാരടക്കം അയാൾ കത്തിച്ചു. അന്ന് മുതൽ ആ ചേച്ചി പ്രതികരിച്ചു തുടങ്ങി. അയാൾക്ക് മദ്യം വാങ്ങി കൊടുക്കുന്നവരെ വിളിച്ച് നല്ല വഴക്ക് പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ചുറ്റിനുമുള്ള സ്ത്രീകൾ വന്ന് അവരെ പുച്ഛത്തോടെ നോക്കുന്നു, പരിഹസിക്കുന്നു. ഭർത്താക്കന്മാർ കൊണ്ടുവരുന്നത് തിന്നും കുടിച്ചും വലിയ കുലസ്ത്രീകളായി നിൽക്കാൻ ആർക്കും പറ്റും. പക്ഷേ ഏത് മേഖലയായാലും ജീവിതത്തിനോട് പൊരുതി ജീവിക്കുന്നവരെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്നു, അന്നും ഇന്നും എന്നും. ശ്രീകല സുനിൽകുമാർ VC4 യൂസ് ഇറ്റ് 6 days ago. എന്താ കമൻറ്റില്ലേ? ഇതിന് 868 ലൈക്ക് വന്നിട്ടുണ്ട്. ഇതിന് താഴെ റിപ്ലൈസ് എന്തൊക്കെയോ വരും. എന്തൊരു മനസ്സ്! ശ്രുതിയുടെ 2ാം വാർഷികത്തിന് എന്തൊരു സന്തോഷമായിരുന്നു. വാരി കൊടുക്കുന്നു, ഡാൻസ് പരിപാടി നടത്തുന്ന ആ കുട്ടിയെ പിരിയാൻ പറ്റത്തില്ല. സ്വന്തം കുട്ടിയുടെ കഴുത്ത് അവൾ കണ്ടില്ലെന്ന്. എന്തോ കുട്ടിയുടെ അവിടെ കഴുത്തിൽ എന്തോ മുറിയുണ്ടെന്ന് എന്തോ പറഞ്ഞിട്ട് അറിയില്ല കേട്ടോ. നിങ്ങൾക്ക് വല്ല അറിയില്ല ഗൈസ്. ഈ ചേച്ചി ഇപ്പോൾ എവിടെ? മിനിയാണോ ആ ചേച്ചി? കോപ്പാണ് ഒരുമാതിരി ഷോ. കല്ലറക്കയിൽ ചെന്ന് കുനിഞ്ഞു നിൽക്കുമ്പോൾ വീഡിയോ എടുത്തില്ല എന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഇതിന് കുറേ അവന്മാരും. എന്തിനെല്ലാവരും രേണു ചേച്ചി ഇങ്ങനെ കുറ്റപ്പെടുത്തണം? നമ്മൾക്ക് ആർക്കും 1 രൂപ പോലും കൊടുത്ത് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ എന്തിനാ എല്ലാവരും ഇതിനെ ഇങ്ങനെ മോശം പറയണേ? ക്യാഷ് ഉള്ളവർക്ക് എന്തും ആവാം എന്നാണോ? എത്ര വ്ളോഗേഴ്സ് ഇതിലപ്പുറം കാണിക്കുന്നു. നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ജീവിതം അവർ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു. ഒരു പരിധി കഴിഞ്ഞാൽ എല്ലാവരും സാഹചര്യമായി പൊരുത്തപ്പെടും. പിന്നെ നമുക്ക് എന്ത് ദുഃഖം ഉണ്ടായാലും ചുറ്റും ഒരുപാട് പേരുള്ളപ്പോൾ അത് അത്രയ്ക്ക് ഫീൽ ആവില്ല. പിന്നീട് ഒറ്റയ്ക്കാവുന്ന നിമിഷം അത് തീവ്രമാവുകയും ചെയ്യും. ഈ ഒരു കാരണം കൊണ്ടാവും അവർ ഇത്ര ആക്റ്റീവായി 2ാം ചരമവാർഷികത്തിൽ കാണുന്നത്. പിന്നെ ചിലപ്പോൾ അവർ ഇത്തിരി ഓവർ ആവുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവരുടെ സാഹചര്യം എന്ത് എന്ന് എനിക്കറിയില്ല. ഓരോരുത്തർക്കും അവരുടെ സ്പേസ് ഉണ്ട്. അവർ അവിടെ എങ്ങനെ വേണമെങ്കിലും ഇരിക്കട്ടെ. അത് മറ്റുള്ളവർക്കൊരു ദോഷവും വരുത്താതെ ആണല്ലോ. എന്നിട്ട് ഇത്രയും നെഗറ്റീവ് അവർക്ക് വരുന്നത് കൊണ്ടാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് മോളെ ചുറ്റും ഒരുപാട് പേരുള്ളപ്പോൾ നമ്മുടെ ദുഃഖം നമുക്ക് ഫീൽ ചെയ്യില്ല. അവരോടൊപ്പം നമ്മളും കൂടും. എന്നാൽ അവരൊക്കെ പോയി ഒറ്റയ്ക്കാവുന്ന നിമിഷങ്ങളിൽ ദുഃഖം തീവ്രവും ആയിരിക്കും. ഒരിക്കലും ഒരു കുട്ടിയുടെ അമ്മ മരിച്ചു. അന്ന് അടിയന്തരമൊക്കെ കഴിഞ്ഞ് രാത്രി ഫുഡ് കഴിഞ്ഞ് പോകാമെന്ന് ഞങ്ങളോട് പറഞ്ഞു. രാത്രി ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളെയും ഒപ്പം ഇരുത്തി ഞങ്ങൾ എന്തോ തമാശ പറഞ്ഞ് ചിരിച്ചപ്പോൾ ആ കുട്ടിയും ചിരിച്ചു. അന്ന് അവിടെ ഉണ്ടായിരുന്ന കാരണന്മാർ അവളെ എന്തൊക്കെ പറഞ്ഞ് വിഷമിപ്പിച്ചു. സത്യത്തിൽ 25 വർഷമായിട്ട് അവൾ അമ്മയെ നഷ്ടപ്പെട്ട ദുഃഖം അനുഭവിക്കുന്നു. എന്നാൽ പിന്നീട് ഒരിക്കലും അവൾ ഞങ്ങളുടെ മുന്നിൽ ആ ദുഃഖം കാണിച്ചിട്ടുമില്ല. അങ്ങനെയാണ് മോളെ ഓരോ മനസ്സും. നമ്മുടെ ജീവിത സാഹചര്യത്തിലൂടെ പോകുമ്പോൾ നമുക്കിത് മനസ്സിലാവും. പക്ക പ്രാക്ടിക്കലായിട്ടുള്ള ഒരു എന്താ പറയുക, സ്ഥലകാലബോധം എന്ന് പറയാൻ പറ്റുമോ? ജീവിതത്തെ ആഴത്തിൽ അറിഞ്ഞിട്ടുള്ള ചില ആളുകൾ ജീവിതത്തെ നോക്കിക്കാണുന്നതും പ്രതികരിക്കുന്നതും ഓരോ ചുമ്മാ തള്ളിമറിക്കുന്ന തമ്മിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അല്ലേ? ഈ കമൻറ്റുകൾ എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് തോന്നിയിട്ട് അവർ എഴുതിയപ്പോൾ. അത് സത്യമാണോ? തിന്നും കുടിച്ചും കുലസ്ത്രീ ചമഞ്ഞു ഇരിക്കാൻ സുഖമാണ്, അധ്വാനിച്ച് ജീവിക്കുകയാണെങ്കിൽ ഇച്ചിരി പാടുപെടും. എനിക്ക് ആ ഒരു കാര്യത്തിൽ രേണുസുതി ചെയ്യുന്ന കാര്യങ്ങളോട് ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടു. കാരണം അവർ കഷ്ടപ്പെട്ട് കുടുംബം നോക്കുന്നുണ്ട്. ജീവിക്കാൻ പറ്റുന്ന പാടല്ലേ? രേണുവിനെ പോലെ തന്നെ അമ്മ, 2 പേരും ഒരുപോലെ. അതിൻ്റെ താഴെ അമ്മയെപ്പോലെ രേണു. സുഹൃത്തുക്കളെ, അവർ കരഞ്ഞു നിൽക്കണമെന്നാണോ? എന്ത് കഷ്ടത് മോനെ. സുഹൃത്തുക്കളെ, അവർ കരഞ്ഞു നിൽക്കണം എന്നാണോ? അവർ സന്തോഷിച്ചോട്ടെ. ജീവിതത്തിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവളാണ്. എല്ലാവരും ഉള്ളപ്പോൾ ഹാപ്പി ആയിരിക്കട്ടെ. ലെറ്റ് ദം ഡു വാട്ട് എവർ ദേ വാണ്ട്. ബട്ട് ഈ ഒടുക്കത്തെ ഫേക്ക് ക്രൈയിങ് ആൻഡ് ആക്ടിങ് നിർത്തിയാൽ മതിയെന്ന്. എന്താ ചെയ്യാം? രേണു, ഇന്നേ ദിവസം നിൻ്റെ വീടിൻ്റെ പാലുകാച്ചലാണോ? സുധിയുടെ ഓർമ്മ ദിവസമാണെന്ന കാര്യം മറന്നുപോയോ? എന്തൊരു പ്രശ്നമാണ് സജി. രേണു എപ്പോഴും കരഞ്ഞിരുന്നാലും മതി. സമൂഹം ഹാപ്പി അതിനാണ്. സുധി ചേട്ടൻ്റെ മരണം പറഞ്ഞ് എപ്പോഴും കുത്തുന്നത്. സ്വന്തം കൊച്ചിനെ നോക്കാൻ നേരമില്ല. അതിൻ്റെ കഴുത്തിൽ മുറിവ് വൃത്തിയില്ലാതെ പഴുത്തുണങ്ങിയ മുഷിഞ്ഞ ഉടുപ്പുകളും. ഇതഭിനയെന്ന്. എന്താ ചെയ്യുക? ജീവിക്കണം എന്ന് പറഞ്ഞാൽ ഇത്രയും ഓവറാവരുത്. എന്താ സദാചാരക്കാരുണ്ട്? അവരാ തീരുമാനിക്കണത് എങ്ങനെ ജീവിക്കണം, എപ്പോൾ ചെയ്യണം, ചിരിക്കണം, എപ്പോൾ കരയണം, ഏത് തീവ്രതയിൽ ചിരിക്കണം, ഏത് തീവ്രതയിൽ കരയണം.
എന്താ ചെയ്യുക, ജാതി അഭിനയം എൻ്റെ പൊന്നെയാണ്. ചിലവിന് നീ കൊടുക്കുമോ? പിന്നെ അവർ ഓവറായാലേ ഇന്ന് അവർക്ക് ജീവിക്കാൻ എന്തെങ്കിലും കിട്ടുമോ? അവർ ജീവിച്ചോട്ടെ, ഇഷ്ടമില്ലെങ്കിൽ കാണണ്ട. നീ നിൻ്റെ പടി നോക്കിപ്പോ, ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നത്. ഞാൻ പോയി നിൻ്റെ പടി നോക്ക്, കിടന്ന് ചിലക്കാതെ ഇതൊക്കെ ഏത് ജീവിക്കണം എന്ന് പറഞ്ഞ് ഇത്രയും ഓവറാകരുത് എന്നുള്ള മറുപടിയാണ്. അതിന് ഓക്കെ വേറൊരു ഇത് കാണാം, വേറൊരു ഇത് കാണാം കേട്ടോ. നെറ്റ്വർക്കും പോയാ. അതായത് ഇവിടെ കൊല്ലസുതിയുടെ ഓർമ്മ ദിവസം, രണ്ടാമത്തെ ഓർമ്മ ദിവസം, 2 വർഷം മരിച്ചതിന് ശേഷം കൊല്ലസുതി മരിച്ചിട്ട് 2 വർഷമാവില്ലേ. അപ്പോൾ ആ ദിവസത്തെ ആ വീട്ടിലുള്ള കുറച്ച് വിഷ്വൽസ് എന്താണ് ഇതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ കേട്ടോ. എടി നിൻ്റെ കുട്ടിയെ ഒന്ന് ചെയ്യിക്കാൻ നോക്ക്, പാവ കുട്ടി അവൻ, അയ്യോ എന്താ ശുഷ്കാന്തി രേണുസുതിയുടെ കുട്ടീനെ ഓർത്തിട്ട് ആൾക്കാർക്ക്. സുധിച്ചേട്ടൻ്റെ ആടിനെ അർമാദിക്കുന്ന എണ്ണം കെട്ടവഴെന്ന്. പ്രതീക്ഷിൻ്റെ കൊച്ചിനെ മതി, മറ്റേ കൊച്ച് കഴുത്തിൽ ഒരു മുറിവുമായി നടക്കുന്നുണ്ട് പാവന്ന്. ഇവരുണ്ടാക്കിയെടുക്കുന്ന ഒരു ഇമേജ് നോക്ക്, കുഞ്ഞിൻ്റെ കഴുത്തിൽ ഒരു മുറിവായിട്ട് ആ കുട്ടീനെ നോക്കാത്ത അമ്മ രേണുസുതി. അയ്യോ അല്ലേ, എന്താ അത് പ്രഹസനമല്ലാതെ എന്താ? ആ കൊച്ചിനെ നോക്കാൻ അതിൻ്റെ അമ്മയുണ്ട്, മറ്റേ കൊച്ചിന് എന്തൊരു വിഷമം കാണും. അത് ശരി, അത് എന്താണെന്ന് പോലും അറിയാത്ത ഒരമ്മ അതിനെ എടുക്കാൻ എവിടെ സമയം എന്ന് ഇതുപോലെ കണ്ടാൽ മതിയായിരുന്നു. പാലക്കാടുകാരൻ്റെ വൈഫിന് എങ്ങനെയെങ്കിലും ഹസ്ബൻഡ് നടനാകണം, ക്യാഷ് വേണം, പുള്ളിക്കാരി അതേ നോക്കുന്നുള്ളൂ. ഒരു വീഡിയോയിൽ പുള്ളിക്കാരി പറയുന്നുണ്ട്, രേണു എന്ന ആർട്ടിസ്റ്റ് കാരണം അനു എൻ്റെ ഹസ്ബൻഡിനെ ആളുകൾ അറിഞ്ഞു തുടങ്ങിയെന്ന്. ആർട്ടിസ്റ്റ് കാരണം അറിഞ്ഞു തുടങ്ങി. അതിൻ്റെ താഴെ കോമളാമ്മ എന്തോ കമൻറ്റ് ചെയ്തു, അയ്യോ ഇനി അതിനെ അവൾക്ക് ഇഷ്ടമല്ല എന്നുകൂടി പറയൂ, അവൾ അതിനെ ഓടിച്ചു വിട്ടു എന്നുകൂടി സമാധാനമാവട്ടെ, ഞങ്ങളൊക്കെ വീട്ടിൽ വരുന്ന അതിഥികളുടെ മക്കളെ അന്നേരം കൊഞ്ചിക്കും. കോമളാമ്മ അങ്ങനെ പറഞ്ഞു കേട്ടോ. നമ്മുടെ മക്കളെന്നും കൊഞ്ചലം കിട്ടുന്നവർ അവർ വന്നു പോവും. രേണുവിൻ്റെ വീട്ടിൽ അവളുടെ അമ്മയുണ്ട്. വേറെന്ത് അബ്ദുൾ മജീദ് യൂനസ് കുഞ്ഞു, ഈ കൊച്ചിനെ എടുത്തോണ്ട് നിൽക്കുന്നത് ആരെ കാണിക്കാനാ? പ്രതീഷിൻ്റെ ഭാര്യയെ സൂചിപ്പിക്കാനോ? ഇവൾ ഉടായിപ്പാണ്, സുഖിച്ചാൽ ദുഃഖിക്കേണ്ട. എന്ത് സൂക്ഷിച്ചാലല്ലേ? രേണുവിനെ സൂക്ഷിക്കണേന്നാവും. കൊച്ചിൻ്റെ കാല് നിലത്ത് മുട്ടണു, അതിനെ നിലത്ത് നിർത്ത് തുള്ളിപ്പെട്ട് രേണു അത്രേ രതിവാക്കയിൽ. അപ്പോൾ തൻ്റെ അതിൻ്റെ താഴെ ആര് ശോഭ വിശ്വനാഥോ, തൻ്റെ ഇപ്പോഴത്തെ പ്രിയതമൻ്റെ കൊച്ചല്ലേ. അപ്പോഴേക്ക് ഒരു റിലേഷൻ ഉണ്ടാക്കി. സുധിയുടെ കൊച്ചുങ്ങളെ അവൾക്ക് ഇപ്പോൾ വേണ്ട. അയ്യോ, ആ ചെറിയ കുഞ്ഞിനെ എടുത്തത് കാണാനേ ഇല്ല, ഇവർ കാണുന്നില്ല ആ കൊച്ചിനെ എടുത്തത്. അപ്പോൾ രേണുസുതി ശ്രദ്ധിക്കാണ്ട് രേണുസുതി ഞാൻ കൊച്ചിനെ എടുക്കുമ്പോൾ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുക, എന്നൊരു സന്തോഷവും. അയ്യോ, റീലിൽ കാണുന്നത് റിയലായിട്ടുള്ളത് ഒന്നാണെന്ന് ഇവർ വിചാരിക്കേണ്ടി പോകുന്നത്. കാണുന്നതേ വിശ്വസിക്കൂ, കാണാത്ത വിശ്വസിക്കൂല അതൊക്കെ. അയ്യോ, രേണുവിൻ്റെ കുട്ടിയുടെ കഴുത്തിൻ്റെ പുറകിൽ എങ്ങനെ മുറിവുണ്ടായി? ആരെങ്കിലും ഉപദ്രവിച്ചതാകുമോ? അവൾക്ക് കുട്ടിയുടെ കാര്യം നോക്കാൻ സമയം വേണ്ടേ? ആശങ്ക. കെട്ടിയവൻ മരിച്ചിട്ട് 2 വർഷം തികയുന്ന ചടങ്ങിൽ ഒരു ഭാര്യയുടെ തുപ്പടതാണ് ബിജു KWT. സ്വന്തം കൊച്ചിനെ ഏറ്റി തറക്കണി മുമ്മു 4M അവനാണ് സ്വന്തം കുഞ്ഞിനെ ഏറ്റി തറക്കണമെങ്കിൽ. ഓർമ്മദിനം തുള്ളിച്ചാടിയ പരമ എന്ന് പറഞ്ഞു. ഭാവിയിലെ സ്റ്റെപ്പ് ഡോട്ടർ ആണല്ലോ, ഇപ്പോഴേ ഒന്ന് കയ്യിലെടുക്കുകയാണെന്ന് ശോഭ വിശ്വനാഥ്. ഇതാണല്ലോ ശോഭ വിശ്വനാഥ്. എന്താണ്, എത്ര കിട്ടിയാലും ദാരിദ്ര്യം പറിച്ച് നിർത്തില്ലല്ലോ, ഇത്രയും നാണം കെട്ടവൾ. ഈ ശവത്തിനൊരു ഉളുപ്പില്ലേ, മരണ ദിവസം അഴിഞ്ഞാട്ടം കൊള്ളാമെന്ന്. കറക്റ്റ് ആരെ കാണിക്കാൻ? വെള്ളിയാഴ്ചയില്ലാത്തവർ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? എല്ലാം പൈസയ്ക്ക്. അപ്പോഴൊരു പണം കണ്ട് കണ്ണ് മഞ്ഞളിച്ച് പോയിരിക്കുന്നു. എന്താണ് ചെയ്യേണ്ടത്? അതും ശോഭ വിശ്വനാഥ എന്നൊരു തിട്ടവുമില്ല. ഒരുതരം ഭ്രാന്ത് പിടിച്ച പോലെ. ഷീ ഹാസ് സം സൈക്കിക് പ്രോബ്ലം ഐ തിങ്ക്. അവൾ തന്നെ അവളെ എന്തെല്ലാമോ ആക്കി പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് എവിടെ ചെന്ന് നിൽക്കുന്ന കണ്ടറിയാം. ആരും നശിപ്പിക്കാതിരുന്നാൽ മതിയായിരുന്നു.
ശരിയാണ്, സുധിച്ചേട്ടൻ്റെ ഓർമ്മ ദിവസം ആ പെരേര എന്ന് പറയണ തെണ്ടിയെ വിളിച്ച് ഡാൻസ് കളിപ്പിച്ചത്. പെരേനെ വിളിച്ച് ഡാൻസ് കളിപ്പിച്ചാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പെരേനെ വിളിച്ച് ഡാൻസ് കളിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോഴേ കണ്ടതൊക്കെ എനിക്ക് ചേച്ചിയോട് ഉള്ള സകല റെസ്പെക്റ്റും പോയി. അതുകൊണ്ടാണ് എല്ലാം പൈസയ്ക്കും വ്യൂവിനും വേണ്ടിയുള്ള കാട്ടിക്കൂട്ടലാണെന്ന് എനിക്ക് ഉറപ്പായി എന്ന് പറഞ്ഞ് ഉറപ്പിച്ചറിഞ്ഞു. ആര് ലച്ചു വല്ലതും കാണിക്കട്ടെ, അല്ലാണ്ട് നമ്മൾ എന്ത് പറയാൻ. അയ്യോ, വേർ ഈസ് യുവർ സൺ എന്നൊക്കെ. സിന്ധു നായർ സ്വന്തം കൊച്ചെന്തേ, എന്തൊരു അടിച്ചുപൊളിയാണ്. എന്ത് തേങ്ങനെ കറണ്ട് പോണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് സംഭവം ഗൈസ്. അപ്പോൾ ശരി, വേറെ വീഡിയോ കാണാം. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ഇന്ന് കാണാൻ നിങ്ങൾക്ക് കറണ്ട് വന്നല്ലോ അല്ലേ.